മരുന്ന് കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഒരു പഴമക്കാരുടെ ചൊല്ലുണ്ട്. കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിക്കുക, വെള്ളം കുടിക്കുക, അമിതവ്യയം ചെയ്യരുത് എന്ന് ഖുർആൻ കൽപ്പിച്ച ഒരു വാക്ക്, ആ ഒരു ഉപദേശം, അത് എത്രമാത്രം അർത്ഥവത്തായതാണ് എന്ന് നാം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഭക്ഷണം, നാം കഴിക്കുന്ന ഭക്ഷണം ആദ്യമായി ശരീരത്തിൽ കടന്നു ചെല്ലുന്ന ഒരു ആന്തരിക അവയവമെന്ന് പറയുന്നത് ആമാശയമാണ്. ഈ ആമാശയത്തിൽ 3 പാർട്ടുകളായിട്ടാണ് നാം അതിനെ വേർതിരിക്കേണ്ടത്. ഒന്ന് വെള്ളത്തിന് വേണ്ടി, മറ്റൊന്ന് ഭക്ഷണത്തിന് വേണ്ടി, മറ്റൊന്ന് വായുവിന് വേണ്ടി. ഇതെല്ലാം സംയോജിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് നാം അവിടെ ഒരുക്കേണ്ടതുണ്ട്. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ആരോഗ്യ നില തന്നെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. ഇന്ന് നാം നോക്കൂ, എത്രയെത്ര മരണങ്ങളാണ് 60 വയസ്സിലും 45 വയസ്സിലും എത്രയെത്ര ഹാർട്ട് അറ്റാക്കുകളാണ് സംഭവിക്കുന്നത്. നാം ഭക്ഷണം കഴിച്ചുകൊണ്ട് പെടുന്നനെ കിടന്നിറങ്ങുന്ന ഒരു ശീലം നമ്മിൽ പലരിലും ഉളവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് നാം വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരം പുറമേയുള്ള ഫാസ്റ്റ് ഫുഡുകളാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലനായി മാറുന്നത് തന്നെ. അപ്പോൾ ഭക്ഷണം മിതമാക്കുക എന്നുള്ളത് ഒരു ശീലമാക്കേണ്ടതാണ്. മറ്റൊന്ന്, ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം വിശ്വാസയോഗ്യമായ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായത്. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നാം ഭക്ഷണം കഴിക്കുമ്പോഴും അതിനെ മറ്റുള്ളവർക്ക് അറിയിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് നമ്മുടെ പെരുമ അറിയിച്ചുകൊണ്ട് ഭക്ഷണത്തെ എങ്ങനെയെല്ലാം മോശമാക്കി ചിത്രീകരിക്കാം, അതിനെ വേസ്റ്റായി എറിഞ്ഞ് ഒരു ട്രെൻഡാക്കി, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. കുറച്ച് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ഭക്ഷണം വലിച്ചെറിയുക എന്നുള്ള രീതിയാണ്. അപ്പോൾ നമ്മുടെ ചിന്ത പോകേണ്ടത് മറ്റുള്ള പാവപ്പെട്ട ആളുകളിലേക്കാണ്. പ്രത്യേകിച്ചും നിങ്ങൾ നോക്കൂ, ഗസയിലെ ഒരുപാട് കുഞ്ഞുങ്ങളും ഒരുപാട് സ്ത്രീകളും ഒരുപാട് മനുഷ്യന്മാരും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണുകൊണ്ട്, ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണമില്ലായ്മ, ഭക്ഷണം കഴിക്കാതെ എത്രയെത്ര കുട്ടികളാണ് ദിവസേന മരിച്ചു വീഴുന്നത്. ഇസ്രായേൽ പട്ടാളത്തിന്റെ വെടിയേറ്റുകൊണ്ട് മരിച്ചു വീഴുന്ന ആളുകൾ വേറെയുണ്ട് എന്നതിന് പുറമെ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്ന കുട്ടികൾ എത്രയുണ്ട് എന്ന് നാം പരിശോധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഭക്ഷണം നാം ഒരിക്കലും വലിച്ചെറിയരുത്. അത് തന്നെ നാം കഴിക്കുന്നത് അമിതമാകാതെ വളരെ ചുരുക്കിക്കൊണ്ട് നമ്മുടെയും കൂടെ ആരോഗ്യത്തെ നാം സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഗസയിൽ ഒരു കുട്ടി തൻ്റെ വലിഞ്ഞൊട്ടിയ വയറിലേക്ക് കല്ല് കെട്ടിക്കൊണ്ട് ഈ വിശന്ന വയറുമായി നടക്കാൻ സാധിക്കാത്ത വന്നപ്പോൾ വയറ്റിലേക്ക് കല്ലിങ്ങനെ വലിച്ചു കയറ്റിക്കൊണ്ട് നീങ്ങുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അന്ന് ഖന്തഖ് യുദ്ധത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും ഭക്ഷണം കിട്ടാതെ നബി തങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു മാതൃകയായിരുന്നു. ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ വയറ്റിലേക്ക് ഈ കല്ല് കെട്ടിക്കൊണ്ട് യുദ്ധം തുടർന്ന ഒരു സംഭവം നമുക്കറിയാം. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ഗസയിലെ മക്കളെ ഓർത്തുകൊണ്ട്, നമ്മുടെ പാവപ്പെട്ട കുടുംബക്കാരെ, അയൽവാസികളെ ഓർത്തുകൊണ്ട് അമിതവ്യമായ എല്ലാ ഭക്ഷണ രീതികളും നാം ഉപേക്ഷിക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.